നമസ്കാരം. തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയത്തിലേക്ക് എന്നുള്ള രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ കാര്യാലയത്തിലാണ് ഈ സമയത്ത് ഉള്ളത്. ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. അനീഷേട്ടാ നമസ്കാരം. നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷ? അതാ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 7634 രണ്ടാം റൗണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഇതാണെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിന് തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ചേട്ടൻ ജയിക്കും. ഈ ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നിലവിലുണ്ടോ? ദേശീയ തലത്തില് എക്സിറ്റ് പോളുകൾ പറഞ്ഞ അതേ വിജയം NDA സഖ്യത്തിനുണ്ടാവും. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളത് മാത്രമാണ്. മലയാള മീഡിയകൾ കാണിക്കുന്നത് നോക്കണം. നാഷണൽ മീഡിയാസിലെല്ലാം തന്നെ NDA സഖ്യം 300-ലധികം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് എല്ലാ നാഷണൽ മീഡിയാസും പറയുന്നത്. ഇതൊക്കെ മലയാള മീഡിയകളിലെ ചില ഗിമ്മിക്കുകൾ മാത്രമാണ്. അത് മുന്നേറുന്ന സമയത്ത് കൃത്യമായിട്ട് വ്യക്തമാവും. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം എന്നുള്ളത് ഈ തവണയെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട്? ബി.ജെ.പി തിരുവനന്തപുരം പിടിക്കാനുള്ള സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്ത് ചെറിയ വോട്ടിന് മാത്രമാണ് ലീഡ് മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും ലീഡിൽ എത്തിയിരുന്നു. ഈ വോട്ടെണ്ണൽ മുന്നേറുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ നല്ല ലീഡിലേക്ക് വരും. ഇപ്പോ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് ബി.ജെ.പി ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുള്ളത്? ഇതൊരു ജനറൽ ട്രെൻഡാണ് ഇപ്പോൾ വോട്ടെണ്ണലിൽ കാണുന്നത്. മൊത്തം എല്ലാ സ്ഥലത്തും ബി.ജെ.പി സ്ഥാനാർത്ഥി ലീഡാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോ ചാനലുകൾ പറയുന്ന പ്രകാരമാണെങ്കിൽ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വോട്ടെണ്ണിയത്. ആ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് സുരേഷ് ഗോപിക്ക് 7500-ലധികം വോട്ടിന്റെ ലീഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മിക്കവാറും എല്ലാ സ്ഥലത്തും സുരേഷ് ഗോപി ലീഡിൽ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചേട്ടാ നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷ തൃശ്ശൂർ? തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ളതാണ് കണക്കൂട്ടൽ. ഇപ്പൊ ട്രെൻഡ് കാണിക്കുന്നതും അത് തന്നെയാണ്. സുരേഷ് ഗോപി തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ജയിക്കും. ഇപ്പോ ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ട് ബി.ജെ.പിക്ക് നിലവിലെ സംഖ്യ ഇവിടെ കാണുന്ന സമയത്ത്? ഇല്ല, ദേശീയ തലത്തിലും ഒരു തിരിച്ചടിക്കും സാധ്യതയില്ല. 300-ലധികം സീറ്റ് നേടി, 350ഓളം സീറ്റ് നേടി NDA അധികാരത്തിൽ വരും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ദേശീയ മാധ്യമങ്ങൾ കൃത്യമായി പ്രവചിച്ച പോലെ തന്നെ കാര്യങ്ങൾ വരും. മോഡി 3ാം ടേമിലും അധികാരത്തിൽ വരും. ഇപ്പോ കേരളത്തിലും ബി.ജെ.പി എത്ര ശതമാനം വോട്ടുകൾ നേടാനാണ് സാധ്യത പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ച്? അല്ല, കേരളത്തിൽ ബി.ജെ.പി എന്ത് തന്നെയായാലും ശരി, ദേശീയ മാധ്യമങ്ങളുടെ സർവേ പ്രകാരം 27ആണ് പറയുന്നത്. 20-നും 25-നും ഇടയിൽ നിർബന്ധമായിട്ടും ശതമാനത്തിൽ ബി.ജെ.പി സീറ്റ് നേടും. നല്ല ഷെയറിൽ വർധനമുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരവും തൃശ്ശൂരും അല്ലാതെ മറ്റേതെങ്കിലും സീറ്റിൽ ബി.ജെ.പിക്ക് സാധ്യത ഈ ഒരു സമയത്തുണ്ട്? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി.ജെ.പി വിജയപ്രതീക്ഷ ഏറ്റവും അധികം പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. മറ്റു പല മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ, അതുപോലെ തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നെക്ക് പോരാട്ടം നടന്നു. അവിടെ ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഈ തൃശ്ശൂര് ബി.ജെ.പിയുടെ വിജയം ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച്. 2 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാവുന്ന സമയത്ത് 7000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു. വിജയിക്കുമെന്ന പൂർണ്ണമായ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. അത് തന്നെയാണ്.
ചേച്ചി എത്രത്തോളം സന്തോഷമുണ്ട് BJP-യുടെ വിജയം? ഒരുപാട് സന്തോഷം. സുരേഷ് ഏട്ടൻ എടുത്തിരിക്കുന്ന പറഞ്ഞ എടുത്തിരിക്കും പിണറായി. BJP-യോടാണോ സുരേഷ് ഗോപിയോടാണോ കൂടുതൽ താല്പര്യം? അത് എപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയോട് തന്നെയാണ്. നമ്മള് ജനിച്ചു വളർന്ന് നമുക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഭാരതീയ ജനതാ പാർട്ടിക്ക്, അതായത് എന്റെ പഞ്ചായത്തിൽ 5 വോട്ടുള്ള സമയത്ത് തൊട്ട് ഞാൻ ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പോ പാർട്ടിയോട് തന്നെയാണ് എപ്പോഴും കൂറ്. പക്ഷെ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നെഞ്ചിലാണ്. ഇപ്പോ ഇവിടെ ചെമ്പുഗോപി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നല്ലോ സുരേഷ് ഗോപിയെ, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇതിലും വലിയ മറുപടി അവർക്ക് ഇനി എന്താണുള്ളത്? ഈ വീഡിയോ ഈ ജനക്കൂട്ടം തന്നെയാണ് അവർക്കുള്ള മറുപടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭൂരിപക്ഷത്തിലെ സംതൃപ്തി ഉണ്ടോ? ഒരുപാട്. കാരണം ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ 21 ബൂത്തുകളിൽ 14 ബൂത്തുകളിൽ BJP ഏറ്റവും മുൻപന്തിയിൽ, അതും ഒരുപാട് വോട്ടുകൾ തൂത്തുവാരിക്കൊണ്ടാണ് ഞങ്ങൾ 14 ബൂത്തുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 14 ബൂത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് അരിമ്പുരക്ക് ലഭിക്കും. ഇപ്പൊ അരിമ്പൂർ പഞ്ചായത്തിന് ഒരു വാർഡ് മെമ്പറാണോ, എന്നിട്ട് ഞങ്ങൾ ഇത്ര വോട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് എത്ര വാർഡ് മെമ്പറെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. വലിയ മുന്നേറ്റം അല്ലേ? വലിയ മുന്നേറ്റം. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ആളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്? ആളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞ ആള് ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിന് വേണ്ടി ചെയ്തു കൂട്ടി, തൃശ്ശൂരിന്നല്ല ഓരോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അത്രയും കാരുണ്യവാനാണ് ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ. പുള്ളിയൊരു ദേശീയക്കാരനാണെന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. അഭിപ്രായങ്ങള് പറയും കഴിഞ്ഞാലും കാര്യങ്ങൾ നടത്തും കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലുത്. BJP-യുടെ അക്കൗണ്ട് എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞിരുന്ന ആളാണ് K. മുരളീധരൻ. നേമത്തെ BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ച ആളുമാണ്. ആളോട് എന്താണ് മറുപടി പറയാനുള്ളത്? ഞങ്ങളും ഒരിക്കൽ മുരളിയേട്ടനെ മുരളിജിന്ന് വിളിക്കും. അതെ, അത് വീണ്ടും കടമെടുക്കും. ചേച്ചി നമസ്കാരം. നമസ്തേ. സുരേഷ് ഗോപിയുടെ വിജയം എത്രത്തോളം സന്തോഷം ഉണ്ടാക്കുന്നു? സന്തോഷം ഉണ്ടാവും. ഞങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ട്. ഞങ്ങള് എന്താ പറയാ, എല്ലാ ലോകം പിടിച്ചടക്കിയ പോലത്തെ ഒരു സന്തോഷം ഞങ്ങൾക്കുള്ളത്. അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഭൂരിപക്ഷമാണെങ്കിൽ വളരെ കൂടുതലാണ്. അപ്പം അതിൻ്റെ ഒരു ആവേശത്തിലാണ്. അത് മാത്രമല്ല, കേരളത്തിലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാറ്റത്തിന് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുകയാണ് ആ തുടക്കം. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇതൊരു വലിയ വ്യത്യാസം വരുത്തുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഈ വിജയം. കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുഖം തന്നെ മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്നത്. അതിന്റെ സന്തോഷമുണ്ട്. മറ്റു മണ്ഡലങ്ങളിലേക്ക് BJP-യുടെ പ്രകടനത്തെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? BJP-യുടെ ഇപ്പൊ നമുക്ക് എല്ലാ ഡാറ്റകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രകടനത്തെക്കാളും എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മെച്ചപ്പെട്ട പ്രകടനമാണ് എല്ലായിടത്തും ഉള്ളത്. തിരുവനന്തപുരത്തൊക്കെ ഇപ്പോഴും വളരെ നെക്ക് ടു നെക്ക് വളരെ അടുത്തൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം